ഇന്ത്യയിൽ പ്രേതങ്ങൾ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടങ്ങൾ പലതുണ്ട്. പക്ഷേ രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്തുള്ള കുൽധാര ഗ്രാമം അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. 200 വർഷങ്ങൾക്ക് മുൻപുവരെ സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞുനിന്നിരുന്ന ഒരിടം, കുട്ടികളുടെ ചിരിയും കച്ചവടത്തിന്റെ തിരക്കുമുണ്ടായിരുന്ന ഗ്രാമം. പക്ഷേ 1825-ലെ ഒരു രാത്രി ആ ഗ്രാമത്തിന്റെ വിധി മാറ്റിമറിച്ചു. ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ് പാലിവാൽ ബ്രാഹ്മണർ കുൽധാര ഗ്രാമം നിർമ്മിക്കുന്നത്. അവർ വലിയ ബുദ്ധിമാന്മാരും അതിസമ്പന്നരുമായിരുന്നു. കുൽധാര മാത്രമല്ല, അതിനു ചുറ്റും വേറെയും 83 ഗ്രാമങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ അവിടെ ജീവിച്ചു. പക്ഷേ ആ നാടിന്റെ ശാപമായി സലിം സിംഗ് എന്ന ക്രൂരനായ മന്ത്രി വന്നു. ജനങ്ങളെ പിഴിഞ്ഞൂറ്റി നികുതി വാങ്ങുന്ന ക്രൂരൻ. ഒരിക്കൽ സലിം സിംഗിന്റെ കണ്ണ് ഗ്രാമത്തലവന്റെ അതിസുന്ദരിയായ മകളിൽ ഉടക്കി. സലിം സിംഗ് ഗ്രാമത്തലവന് ഒരു സന്ദേശമയച്ചു: നിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. ഗ്രാമീണർ അത് സമ്മതിച്ചില്ല. കുപിതനായ സലിം സിംഗ് അവർക്കൊരു അന്ത്യശാസനം നൽകി: നാളെ രാവിലേക്കുള്ളിൽ ആ പെൺകുട്ടിയെ എന്റെ കൊട്ടാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ ഈ ഗ്രാമം മുഴുവൻ ഞാൻ ചാമ്പലാക്കും, എല്ലാവരെയും കൊന്നൊടുക്കും. ഗ്രാമീണർക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മരിക്കുക. പക്ഷേ അവർ മൂന്നാമതൊരു വഴി തിരഞ്ഞെടുത്തു. ആ പെൺകുട്ടിയുടെ മാനം കാക്കാൻ കുൽധാരയിലെയും ചുറ്റുമുള്ള 83 ഗ്രാമങ്ങളിലെയും ജനങ്ങൾ നാടുവിട്ടുപോകാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ആരും അറിയാതെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് അവർ യാത്രയായി. എങ്ങോട്ട് എന്നില്ലാത്ത യാത്ര. പക്ഷേ പോകുന്നതിനു മുൻപ് തങ്ങൾ ജനിച്ചു വളർന്ന ആ മണ്ണിൽ നോക്കി അവർ ഒരു ശാപം ചൊരിഞ്ഞു: ഇനിയൊരിക്കലും ഇവിടെ ആർക്കും വസിക്കാൻ കഴിയില്ല, ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് നാശം സംഭവിക്കും. അന്ന് അവർ പറഞ്ഞ ആ ശാപം ഇന്നും അവിടെ നിലനിൽക്കുന്നു. കുൽധാരയിലെ വീടുകൾ ഇന്നും അവിടെയുണ്ട്, പക്ഷേ ഒന്നിനും മേൽക്കൂരയില്ല. പിന്നീട് പലരും അവിടെ താമസിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയാനകമായ അനുഭവങ്ങളാണ് അവർക്കുണ്ടായത്. ഇന്നും സൂര്യനസ്തമിച്ചാൽ കുൽധാരയിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആ 83 ഗ്രാമങ്ങളിലെ ജനങ്ങൾ എങ്ങോട്ട് പോയി എന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രഹസ്യമാണ്. ഈ കഥയെപ്പറ്റി നിങ്ങൾ എന്തു ചിന്തിക്കുന്നു? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.